ഞാൻ പറഞ്ഞ ചെക്കന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയിരുന്നോ ഡാഡി? ഇതുവരെ കിട്ടിയില്ല മോളെ. ആ കാര്യം പറയാൻ വന്നതായിരിക്കും എന്നാ കരുതിയത്. ആർടി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എന്റെ ഫ്രണ്ട് ഇപ്പൊ ഇവിടെ സ്ഥലത്തില്ല മോളെ. നാളെ എന്തായാലും നമുക്ക് അവരുടെ വിവരങ്ങൾ കിട്ടും. ആ ചെറുക്കൻ എന്തായാലും സുന്ദരനല്ലേ അമ്മ? ചെറുക്കനൊക്കെ കൊള്ളാം, പക്ഷേ അയ്യോ, ഇങ്ങനെ പക്ഷേ എന്ന് പറഞ്ഞ് നിൽക്കില്ലേ. നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാ പറ. അത് അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ അറിയാതെ അവനെ പ്രേമിക്കുന്നത് നല്ലതല്ലെന്ന എന്റെ അഭിപ്രായം. അതെ മോളെ, കുറച്ച് പ്രാക്ടിക്കൽ ആവ്, ഇങ്ങനെ അഡ്വാൻസ് ആകല്ലേ. ഡാഡി, ഇന്നലെ വരെ എന്റെ പ്രപഞ്ചം എന്റെ പാരന്റ്സും എന്റെ ഫ്രണ്ട്സും ആയിരുന്നു. ഇപ്പോ എന്റെ പ്രപഞ്ചത്തിലേക്ക് ഒരു ഇമ്പോർട്ടന്റ് പേഴ്സൺ വന്നിട്ടുണ്ട്. ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ അവൻ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ ഐ ബിലീവ് അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനത്തെ ചിന്തകളൊന്നും വെക്കല്ലേ. നീ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഒരു പാലഭിഷേകം നടത്തിയ പോലെയാ സന്തോഷിച്ചെ. അതുപോലെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച നിനക്ക് സഹിക്കാൻ കഴിയുമെന്നാ ഞങ്ങളുടെ പേടി. ഞാനവനെ കണ്ടപ്പോ തന്നെ അവനെ എന്റെ ഭർത്താവെന്ന് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പേടിയൊക്കെ മാറ്റിവെച്ച് എന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നതൊക്കെ മാറ്റിവെച്ച് ഞാൻ ഏൽപ്പിച്ച കാര്യം മാത്രം നോക്ക്. ദാറ്റ്സ് ബെറ്റർ. അതല്ല മോളെ. ഡാഡി, ഞാൻ കോൺഫിഡന്റ് ആയിട്ടാ നിൽക്കുന്നത്. എന്റെ കോൺഫിഡൻസിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. എന്റെ സന്തോഷമല്ലേ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. ആദ്യം നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യ്. വീണ്ടും വീണ്ടും എന്റെ റൂമിലേക്ക് വന്ന് എന്റെ പ്രൈവസി ഇല്ലാതാക്കരുത് പ്ലീസ്. നീയേ എനിക്ക് വേണ്ടി ജനിച്ചതാ. എന്റെ അടുത്തുനിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത് സർ? അതെ അളിയ, സിനിമയിലെ ട്വിസ്റ്റ് മുഴുവൻ സൂപ്പർ ആയിരുന്നു. അത് ശരിയാ. വാളിയാ വാ വാ. കുഞ്ഞളിയും വാതിലൊന്നും ലോക്ക് ചെയ്യാതെ എല്ലാം തുറന്നിട്ട് നേരെ കട്ടിലെ പോയി കിടന്ന് ഉറങ്ങിയോ? അവൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ. വാ നടക്ക്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ചേട്ടാ, എന്താ കാവ്യ? നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ശ്രീകരേട്ടന് ഹെഡേക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ അവസ്ഥ എന്താവോ എന്തോ. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഇപ്പോഴതൊക്കെ വേണോ? ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, അതിനിപ്പോ എന്താ കുഴപ്പം? ശരി വാ. നിങ്ങൾ ചെല്ല്, ഞാൻ പോയി കിടക്കട്ടെ. ഞങ്ങളുടെ ടീം ലീഡർ അല്ലേ, നീ ഇല്ലാതെ എങ്ങനെയാ? വാ 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 കാവ്യ. വാ. പെട്ടെന്ന് ഡോറും തുറക്ക്. ഇനി അഥവാ അവൻ എഴുന്നേറ്റാ നൈസായിട്ട് എന്നാലും നല്ല വർത്താനം പറഞ്ഞിട്ട് നൈസായിട്ട് വിട്ടേക്കാം. ഇനി അഥവാ ഉറങ്ങുകയാണെങ്കിൽ നൈസായിട്ട് നമുക്ക് ഉറങ്ങാം. ശരി. നിക്കളിയാ, ഇപ്പൊ നമ്മൾ നന്നായിട്ട് ടയേർഡാ. ഈ സമയം കൊണ്ട് അളിയന്റെ തലവേദന ഇപ്പൊ പനിയായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോ നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ അവനെ കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോ ഇത് കാണാതെ പോയെന്ന് വെച്ചോ, നമുക്ക് ഒരുവിധ പ്രശ്നം ഉണ്ടാവില്ല. എന്തു പറയുന്നു? നിങ്ങൾ പറഞ്ഞതുപോലെ
അവന്റെ അടുത്തേക്ക് പോകാതിരിക്കുന്നതാ ബെറ്റർ. വാ പോവാം. ആ പോവാം നമുക്ക്. നമ്മൾ ഏത് നാട്ടിലേക്ക് പോയി വന്നാലും അവിടെയുള്ളൊരു ശ്രീകരന്റെ കല്യാണത്തെക്കുറിച്ച് കാര്യമായിട്ട് ചോദിക്കുമ്പോൾ അത് നമുക്കൊരു ഭാരമായിട്ട് മാറുക. അതെ ഏട്ടാ, എത്ര കാലം വെച്ചാ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ ജാതകത്തിലുള്ള ഒരു പെൺകുട്ടി മരുമകളായിട്ട് വരുന്ന ദിവസം എന്നുണ്ടാകുമോ എന്തോ. എന്തിനാ നീ ഞങ്ങളെ നിഴല് പോലെ പിന്തുടരുന്നു, ശത്രുക്കളെ പോലെ വേട്ടയാടുന്നു? ഞാൻ നിങ്ങളെ വേട്ടയാടുന്നു എന്ന് പറയുന്നതിൽ ഒരു സത്യവും ഇല്ല. യാദൃശികമായിട്ട് എന്റെ മുന്നിൽ പെട്ടത്. ശത്രുവാണെന്ന് പറഞ്ഞില്ലേ? അതെ, ഞാൻ നിങ്ങളുടെ ശത്രു തന്നെയാ. നിങ്ങൾ എന്റെ ശത്രുക്കളാ. അതെന്തായാലും സത്യമാ. ഞാൻ എന്തിനാ നിങ്ങളെ വേട്ടയാടുന്നേ? നിങ്ങൾ പക്ഷേ എന്നെ വണ്ടി ഇടിച്ച് കൊല്ലാന്ന് വിചാരിച്ചു വന്നതല്ലേ? എന്താ മോളെ പറയുന്നേ? എപ്പ കണ്ടാലും ശാപവാക്കുകൾ മാത്രം പറയുന്നതല്ലേ? ഇടിച്ചു വീഴ്ത്തിയിട്ട ഇവരുടെ ശല്യം തീരുമെന്ന് വിചാരിച്ചു കാണും. 4 കെട്ട് നോട്ടെടുത്ത് വീശിയ നിയമവും പോലീസും ഒക്കെ നിങ്ങളുടെ പേരിൽ ചെറിയൊരു കംപ്ലൈന്റ് പോലും വരാതെ നോക്കുമല്ലോ. ചാലഞ്ചിൽ തോറ്റുപോയിട്ട് എന്റെ മുന്നിൽ വന്ന് തല താഴ്ത്തി നിൽക്കേണ്ടി വരുമെന്ന് പേടി തോന്നുന്നുണ്ടോ വേദവതി? അതുകൊണ്ടാണോ എന്നെ കൊല്ലാൻ തീരുമാനിച്ചേ? ഞങ്ങളെ ഇത്ര ദുഷ്ടരായിട്ടൊന്നും കാണരുത് മോളെ. അതിനേക്കാളും വലിയ വിശേഷണങ്ങൾ പറഞ്ഞാലും നിങ്ങളെ പോലുള്ളവർക്ക് അത് കുറവായിരിക്കും. ഞാൻ എന്തൊക്കെ ആലോചിച്ച് വണ്ടി ഓടിച്ചതാ മോളെ. പെട്ടെന്ന് കണ്ടില്ല, അത് അങ്ങനെയായത്. നിങ്ങൾ ആലോചിക്കുന്നതെല്ലാം മരുമകളെ കുറിച്ചല്ലേ? അതെ, മരുമകളെ കുറിച്ച് തന്നെയാ. 1 മാസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നടന്നിരിക്കും. ഇപ്പൊ തന്നെ ഒരാഴ്ച കഴിഞ്ഞു പോയില്ലേ? നിങ്ങളുടെ ഈ മുഖം കാണുമ്പോ ഇപ്പൊ തന്നെ ഒരടി പോലും കഴിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പരാജയത്തെ അംഗീകരിക്കാൻ വേണ്ടി വേഗം തയ്യാറായി നിന്നു. സുജാതയോടൊരു മറുപടി പറയാനെങ്കിലും എന്റെ ജാതകത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്തണം. കുഞ്ഞളിയൻ ഇതുവരെയായിട്ടും പുറത്തേക്ക് വന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും അവന് പറ്റിയിട്ടുണ്ടാവോ? പോയി നോക്കിയാലോ. അവന്റെ മൂഡ് എപ്പോ എങ്ങനെ ഉണ്ടാവും അറിയില്ല. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ?
നീ എന്തിനാ വന്നത്? ഒരിക്കൽ എന്റെ മൂത്ത മകൻ നീ ഒരു കള്ളിയാണെന്ന് എന്നോട് പറഞ്ഞു. ഇന്ന് നിന്നെവിടെ കാണുമ്പോ ഞങ്ങൾക്കും അത് തന്നെ തോന്നുന്നു. അങ്ങനെയൊന്നും പറയരുത്. ഇത്ര പേര് ഈ വീട്ടിലുണ്ടായിട്ട് ഞങ്ങളുടെ കണ്ണിപ്പെടാതെ എങ്ങനെയാ വന്നേ? ഞാൻ ഇന്നലെ രാത്രിയാ വന്നത്. ശ്രീകരേട്ടന്റെ കൂടെയായിരുന്നു. രാത്രി തൊട്ട് ഞങ്ങൾ അറിയാതെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ? അപ്പോ നമ്മളൊക്കെ സിനിമയ്ക്കും അമ്മമ്മയൊക്കെ തൃശ്ശൂരും പോയപ്പോഴേക്കും ചേട്ടൻ വിളിച്ചു വരുന്നതാണെന്ന് സാരം. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ശരിക്കും എന്താ ഉണ്ടായെന്ന് വെച്ചാ, അപ്പൊ ശ്രീയളിയും ഫോൺ ചെയ്തില്ലേ? നീയായിട്ട് വന്നതാണോ? അവനെ കാണാതെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. വിരഹവേദന. ഞാൻ പറയുന്നതൊന്ന് കേക്ക്, അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നീ ഇനി ഒന്നും പറയണ്ട. ഞങ്ങൾക്കൊന്നും കേൾക്കും വേണ്ട. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് രാത്രി മുഴുവൻ എന്റെ മകന്റെ ഒപ്പം നിന്ന് പോവാന്ന് പറഞ്ഞ നിനക്ക് അത്രയ്ക്ക് ധൈര്യായോ? നിന്നെ ഇത് പൊളിച്ചമ്മേ. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഇത്രയും നാളും കാത്തിരുന്നത്. ചാവാലിപ്പട്ടിയെ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞ പോലെയുണ്ട്. സംസ്കാരമുള്ളവളാണെന്നുള്ള ബഹുമാനവും നല്ല കുട്ടിയാണെന്നുള്ള അഭിമാനവും ഉണ്ടായിരുന്നു. അതാ നീ ഇല്ലാതാക്കിയത്. എനിക്ക് സംസാരിക്കാൻ നിങ്ങളൊരു അവസരം തന്ന ഞാനത് ഇല്ലാതാക്കിയോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ, എത്ര ഭംഗിയായിട്ട് അവള് സംസാരിക്കുന്നതെന്ന് കണ്ടില്ലേ? അമ്മോ, ചില്ലറക്കാരി അല്ലല്ലോ നീ. ആരെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും സംസാരിച്ച് വീഴ്ത്തു നീ. നീ കാരണം ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി മോളെ. ശ്രീകരനൊരു ആലോചന പോലും ഉണ്ടാകാത്ത അവസ്ഥയായി. നീ ഞങ്ങളുടെ കുടുംബത്തിന് എത്ര നന്മ ചെയ്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പുറത്തൊരുത്തി എന്റെ മുമ്പിൽ വരുമ്പോ എനിക്ക് എന്റെ മകന്റെ കല്യാണം നടത്താനാവില്ലെന്ന് എന്നോട് ചലഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും ഞങ്ങളെ യാതൊരു വിലയില്ലാതായെങ്കിൽ അതിന് കാരണം നീ ഒരുത്തിയാ. നിങ്ങളുടെ കുടുംബത്തെ എന്റെ കുടുംബമായിട്ടാണ് ഞാൻ കണ്ടത്. ദോഷം വരുത്തണമെന്നുള്ള ആലോചന പോലും ജീവനുള്ള കാലം എനിക്കുണ്ടാവില്ല. ഏതോ ജന്മപുണ്യം നല്ല പരിഗണനയോടെ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു. സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായോണ്ട് ഇങ്ങനെയുള്ള അപമാനങ്ങൾ ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്താ സത്യം? നീ എന്താ ഞങ്ങളുടെ ബ്ലഡ് റിലേഷൻ ആണോ? അതും അല്ലെങ്കിൽ ഈ വീട്ടിലെ മരുമകളാണോ നീ? ആഫ്റ്റർ ഓൾ അതിഥിയാ. ഒരു ദിവസം ഞാൻ എന്റെ ഏട്ടന്റെ റൂമിൽ നിന്നപ്പോ എന്നെ കുറെ ശകാരിച്ചു. എന്തൊക്കെയോ പേരെടുത്ത് എന്നെ വിളിച്ചു. അപ്പൊ നിന്നെ എന്താ ഇപ്പൊ വിളിക്കണ്ടേ? അന്ന് നീ അങ്ങനെ പോയത് കറക്റ്റ് അല്ല. അന്ന് നിന്നെ നല്ലതിനാ പറഞ്ഞത്. അപ്പോ നിനക്ക് നിൽക്കാവോ? കല്യാണം കഴിക്കാത്ത ചെക്കന്റെ റൂമില് കെട്ടിച്ചയക്കാത്തൊരു പെൺകുട്ടി നിൽക്കുന്നത് വലിയ തെറ്റാണെങ്കില് നീ പിന്നെ എന്തിനാ പോയേ? നിന്നെ എന്താ ഞങ്ങളുടെ ഇളയൻ താലി കെട്ടിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും ചേട്ടാ.
അർഹതയില്ലാത്തിടത്തോ നിൽക്കാൻ പറ്റാത്തിടത്തോ ഞാൻ നിൽക്കാറില്ല. ഈ ന്യായീകരിച്ചതൊക്കെ മതി. നിന്റെ വായടക്ക്. ശ്രീകരനെ കണ്ടു വല്ലാതെ മയങ്ങിയെന്ന് തോന്നുന്നു. ഇനി നീ ഒരു തവണ കൂടി എന്റെ ഈ വീടിന്റെ പടി കടന്നാ നിനക്ക് കാണിച്ചു തരാം. ഓർത്തു വെച്ചോ. ഇറങ്ങിപ്പോ. എന്താ അങ്ങനെ നോക്കുന്നത്? പുറത്തേക്ക് പോ. ഒരിക്കലും നീ കാരണം ഞാനും ഇങ്ങനൊരവസ്ഥ നേരിട്ടതാ. അതിന്റെ റിവെഞ്ച് ഇത്. ഇത്രയൊക്കെ നടന്നിട്ടും കുഞ്ഞളിയൻ എന്താ പുറത്തേക്ക് വരാത്തെ? റെസ്റ്റ് എടുക്കാണെന്ന് തോന്നുന്നു. എനിക്കെന്തായാലും ഇപ്പൊ നല്ല സന്തോഷമുണ്ട്. നമ്മൾ ഒരു കാര്യവും പ്ലാൻ ചെയ്യാതെ തന്നെ എല്ലാം വന്ന് പെട്ടല്ലോ. ഗ്രഹനില നല്ലതല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ വന്ന് കെണിയിൽ കയറുവന്നേ. ഇനി അവൾ ഈ വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുക പോലും ഇല്ല. അവനി ശ്രീകരനെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാന്ന് പറഞ്ഞു പോയതല്ലേ. രാത്രി മുഴുവൻ നീ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നീയാണെങ്കിൽ ഫോൺ എടുക്കാതെ പോയി. ശ്രീകരനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നത് പോലുമില്ല. ശ്രീകരന് പെട്ടെന്ന് സുഖാവണേന്ന് അമ്പലത്തിൽ പ്രാർത്ഥിച്ചിട്ട് വന്നതാ. പറ, ഇപ്പൊ ശ്രീകരൻ എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. രാത്രി മുഴുവനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എന്നാ ശ്രീകരന്റെ അടുത്ത് തന്നെ നിന്നൂടായിരുന്നോ? എന്തേ ഇങ്ങ് വന്നത്? ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. നിന്റെ അമ്മ എന്തു പറയുന്നു? മകനെ നോക്കാൻ ഞാൻ വന്നതില് എന്നെ അഭിനന്ദിച്ചു. നിന്റെ ചേച്ചി നിന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും, വേഗം ചെല്ലെന്ന് പറഞ്ഞയച്ചു. അച്ഛനും അമ്മയും പിന്നെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിലും ഭർത്താവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഭാര്യ തന്നെ വേണം കൂടെ ഉണ്ടാവാൻ. അല്ല, നിനക്കിതെന്താ പറ്റിയേ? രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ ചേച്ചി. ശരി, ചെല്ല്. ഞാൻ വിശ്വസിക്കുന്നത് പോലെ എന്റെ അനിയത്തിക്ക് കിട്ടിയത് ഒരു നല്ല ജീവിതമാണോ? എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ